नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 75. സാൽവനും യാദവരും തമ്മിലുള്ള യുദ്ധം. പേജ് നമ്പർ 737. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ സൗദം എന്നു പേരുള്ള ഒരു വിശേഷപ്പെട്ട ആകാശവിമാനം സമ്പാദിക്കാൻ കഴിഞ്ഞ സാൽവൻ എന്ന അസുരനും യാദവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചരിത്രവും ശുകദേവ ഗോസ്വാമി വിസ്തരിക്കുകയുണ്ടായി. സാൽവരാജാവ് ശിശുപാലൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ശിശുപാലൻ രുക്മിണിയെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ വരൻ്റെ സംഘത്തിലെ ഒരംഗമായിരുന്നു സാൽവൻ. അവിടെ വച്ച് യാദവ സൈന്യവും എതിർവശത്തുള്ള രാജാക്കന്മാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ യാദവ സൈന്യം സാൽവനെ തോൽപ്പിച്ചു. എന്നാൽ തോൽവി പിണഞ്ഞിട്ടും യദുവംശത്തിലെ മുഴുവൻ ആളുകളെയും ഈ ഭൂമിയിൽ നിന്നു തന്നെ തുരത്തിക്കളയുന്നുണ്ടെന്ന് മറ്റു രാജാക്കന്മാരുടെ മുമ്പിൽ സാൽവൻ ശപഥം ചെയ്തിരുന്നു. രുക്മിണിയുടെ വിവാഹവേളയിൽ നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്നു ഭഗവാൻ കൃഷ്ണന്റെ നേരെ മറക്കാനാവാത്ത പക അയാൾ ഉള്ളിൽ സൂക്ഷിച്ചു പോന്നു. കൃഷ്ണനെ വധിച്ചു കളയും എന്ന് ശപഥം ചെയ്ത അയാൾ വാസ്തവത്തിൽ ഒരു വിഡ്ഢി തന്നെ. ഇത്തരം ഗൂഢപദ്ധതികൾ നടപ്പിലാക്കാൻ ശിവനെ പോലുള്ള ഏതെങ്കിലും ദേവനെ അഭയം പ്രാപിക്കുകയാണ് ഇത്തരം വിഡ്ഢികളായ അസുരന്മാരുടെ പതിവ്. അതിനാൽ ശക്തി നേടാനായി സാൽവൻ ശിവന്റെ പാദപദ്മങ്ങളിൽ അഭയം തേടി. ദിവസം ഒരു തവണ ഒരു പിടി ചാരം മാത്രം ഭക്ഷണമാക്കിക്കൊണ്ടുള്ള ഒരു കഠിന തപസ്സിൽ അയാൾ ഏർപ്പെട്ടു. തന്നെ പ്രീതിപ്പെടുത്താൻ തപസ്സിലേർപ്പെടുന്നവരുടെ പേരിൽ പാർവതീകാന്തനായ ശിവൻ പൊതുവെ അത്യന്തം കരുണാമയനും ക്ഷിപ്രപ്രസാദിയുമാണ്. ഒരു വർഷം മുടങ്ങാതെ നടത്തിയ തപോനുഷ്ഠാനത്തിൻ്റെ ഫലമായി ശിവൻ സംതൃപ്തനാകുകയും ആഗ്രഹപൂർത്തിക്ക് അഭ്യർത്ഥിക്കാൻ സാൽവനോടാവശ്യപ്പെടുകയും ചെയ്തു. ഏതെങ്കിലും ദേവനോ അസുരനോ മനുഷ്യനോ ഗന്ധർവനോ നാഗനോ എന്തിനേറെ രാക്ഷസനു പോലും നശിപ്പിക്കാനാവാത്ത ഒരു ആകാശ കപ്പലാണ് സാൽവൻ ശിവനോടാവശ്യപ്പെട്ടത്. കൂടാതെ താൻ ആഗ്രഹിക്കുന്ന ഏതു സ്ഥലത്തും വിമാനമെത്തിക്കാൻ സാധിക്കണമെന്നും അതു വിശേഷിച്ച് യദുക്കൾക്ക് അപകടവും ഭീതിയും സൃഷ്ടിക്കുന്നതുമായിരിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ ആ വരം നൽകാൻ ശിവൻ സമ്മതിക്കുകയും ചെയ്തു.
ആർക്കും തകർക്കാനാവാത്ത വിധം ശക്തവും ഭീഷണവുമായ ആ വിമാനം നിർമ്മിക്കാൻ സാൽവൻ മായാസുരൻ്റെ സഹായം തേടി. ഏതാണ്ടൊരു വലിയ നഗരത്തിൻ്റെ വലിപ്പമുള്ള ഒരു യന്ത്രമായിരുന്നു അത്. എവിടെയാണത് എന്നു കാണാൻ വയ്യാത്തത്ര ഉയരത്തിലും വേഗത്തിലും അതിനു പറക്കാൻ കഴിഞ്ഞിരുന്നതിനാൽ അതിനെ ആക്രമിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. വെളിയിൽ ഇരുട്ടാണെങ്കിൽ പോലും എവിടെയും എല്ലായിടത്തും അതു പറപ്പിക്കാൻ വൈമാനികനു കഴിഞ്ഞിരുന്നു. ഇത്തരം അത്ഭുതകരമായ ഒരു വിമാനം നേടിയ ഉടൻ സാൽവൻ ദ്വാരകയിലേക്ക് പറന്നു. കാരണം താൻ നിരന്തരം ശത്രുത പുലർത്തിപ്പോന്ന യദുക്കളെ ആക്രമിക്കുകയാണല്ലോ വിമാനം നേടിയതിൽ അയാളുടെ മുഖ്യോദ്ദേശ്യം. ഹരേ കൃഷ്ണ.